സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് കോംപ്രമൈസ് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ അത് യാതൊരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് കോംപ്രമൈസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. രണ്ടാമത്തെ പ്രത്യേകത, ഒരു സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ ഇറ്റ് നീഡ്സ് ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ദ കൺസംഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഇന്നത്തെ ലോകത്തിൽ വിഭവങ്ങൾ അമിതമായ ഉപയോഗത്തിൽ ഗണ്യമായ കുറവ്, ഡ്രാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗണ്യമായ കുറവ് നമ്മൾ വരുത്തണം എന്ന് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തേത്, ഇറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ കറണ്ട് സൊസൈറ്റി. ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഭാവി തലമുറയുടെ മാത്രം ആവശ്യങ്ങളല്ല, ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങളും അത് മീറ്റ് ചെയ്യുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 4, ഇറ്റ് യൂസസ് ലോക്കൽ ആൻഡ് അബണ്ടൻ്റ് റിസോഴ്സസ് വെനെവർ പോസിബിൾ. പ്രാദേശികമായ വിഭവങ്ങൾ, സുലഭമായി കിട്ടുന്ന വിഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കിട്ടുന്ന വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു രീതിയും കൂടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് ഒരു വീട് പണിയണം എന്നല്ല, നമ്മുടെ വീട് പണിയാനുള്ള ഉൽപ്പന്നങ്ങളും റിസോഴ്സസും നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. 5, ഇറ്റ് റിക്വയർസ് ദ നീഡ് ടു ഫൈൻഡ് ന്യൂ റിസോഴ്സസ് ടു റീപ്ലേസ് ദ ഓൾഡ് വൺസ്. നമ്മൾ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല റിസോഴ്സസിനും പകരം പുതിയ രീതിയിലുള്ള റിസോഴ്സസ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 6, ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഡെവലപ്മെൻറ്റ് എഫേർട്ട്. വളരെ ആസൂത്രിതവും അതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എഫേർട്ടായിരിക്കും അത്. ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഡെവലപ്മെൻറ്റ് എഫേർട്ട്. വളരെ ആസൂത്രിതവും ഒപ്പം തന്നെ വളരെ സുസംഘടിതവുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പരിശ്രമഫലമായിട്ട് ആയിരിക്കും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം നമ്മൾ നടപ്പിലാക്കുക. 7ാമത്തെ പ്രത്യേകത, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 7ാമത്തെ ഫീച്ചർ, ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ദ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ഏറ്റവും നല്ല പ്രയോജനപ്പെടുത്തൽ സാധ്യമാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു നല്ല കർമ്മ പരിപാടിയാണ്, ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 8ാമത്തെ പോയിൻ്റ് പറയുന്നത്, ഇറ്റ് കൺട്രോൾസ് യൂട്ടിലിറ്റേറിയൻ കൾച്ചർ. ഇത് നമ്മുടെ അമിത ഉപഭോഗ സംസ്കാരം ഉണ്ടല്ലോ, ഈ യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണ്ടാത്തതായിട്ടുള്ള മെറ്റീരിയലായിട്ട് ആർട്ടിക്കിൾസ് വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം, അതിനൊന്ന് നിയന്ത്രിക്കുന്നുണ്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 9ാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ആൻ എക്കണോമിക് ഗ്രോത്ത്. ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, വിച്ച് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് വിത്ത് എ ബ്രോഡ് വിഷൻ. വളരെ സുസ്ഥിരവും എന്നാൽ അതേസമയം നല്ല വിശാലമായ കാഴ്ചപ്പാടുകൂടിയുമായ ഒരു സാമ്പത്തിക വളർച്ച നേടാൻ രാഷ്ട്രങ്ങളെ അത് സഹായിക്കുന്നുണ്ട്. 10ാമത്തെ പോയിൻറ്റ് പറയുന്നത്, ഇറ്റ് ഫുൾഫിൽസ് ദ നീഡ്സ് ഓഫ് ദ കറൻറ്റ് ജനറേഷൻസ് ആൻഡ് റെസ്പെക്ട്സ് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ അത് പൂർത്തീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. 11ാമത് പറയുന്നു, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിസോഴ്സസ്. അതായത് ഉൽപ്പാദന ഉപാധികൾ അത് അന്യായമായിട്ടാണ്, പണ്ട് മുതലാളിമാരുടെ കയ്യിൽ മാത്രമേ അത് ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പോൾ വൻകിട കുത്തകളുടെ കയ്യിൽ മാത്രം ഉണ്ടാകുമായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നീതിപൂർവമായ എല്ലാത്തരം വിഭവങ്ങളുടെയും വിതരണം ഒക്കെ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. 12ാമത്തെ പോയിൻറ്റ്, ഇറ്റ് കോസസ് ഓൺലി ലീസ്റ്റ് പോസിബിൾ ഡാമേജ് ടു ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ഡാമേജ് മാത്രമാണ് അത് വരുത്തുന്നുള്ളൂ. 13ാമത്തെ പോയിൻറ്റ്, ഇറ്റ് മെയിൻറ്റെയിൻസ് എ ഹാർമണി ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ ജനസംഖ്യയും തമ്മിലൊരു സമരസപ്പെടൽ, ഒരു സമതാളമാക്കൽ അതിനകത്ത് ഉണ്ട്. 14ാമത്തെ പോയിൻറ്റ്, ഇറ്റ് പ്രൊമോട്ട്സ് ദ യൂസ് ഓഫ് പെർപ്പച്വൽ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഡിക്രീസസ് ദ യൂസ് ഓഫ് അൺഡിസൈറബിൾ ടൈപ്പ് ഓഫ് റിസോഴ്സസ്. അതായത് പെർപ്പച്വലായ നാച്ചുറൽ റിസോഴ്സസിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉപയോഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിക്രീസസ് ദ യൂസ് ഓഫ് അൺഡിസൈറബിൾ ടൈപ്പ് ഓഫ് റിസോഴ്സസ്. അൺഡിസൈറബിളായിട്ടുള്ള നമുക്ക് അഭിലഷണീയമല്ലാത്ത തരം വിഭവങ്ങളുടെ ഉപയോഗത്തെ അത് കുറയ്ക്കുന്നുണ്ട്. നമുക്ക് നല്ല വിഭവങ്ങൾ ദീർഘനാൾ നമുക്ക് പ്രയോജനപ്പെടുന്ന, അതായത് നമ്മുടെ ഭൂമിക്ക് പ്രയോജനപ്പെടുന്ന തരം പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, നാച്ചുറൽ റിസോഴ്സ്, അതിൻ്റെ ഉപയോഗത്തെയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അത് നമുക്ക് ഭൂമിക്ക് ദോഷകരമായിട്ടുള്ള വിഭവങ്ങളുണ്ടല്ലോ, പ്രകൃതി ഏത് വിഭവങ്ങളാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തെ അത് പരിമിതപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
15ാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് കൺസർവേഷൻ പ്രോഗ്രാംസ് വിത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഈ പ്രകൃതി സംരക്ഷണ പദ്ധതികൾ അതൊക്കെയാണല്ലോ കൺസർവേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് ഒരു വശത്തു കൂടി നടക്കുന്നു. ഭൂമിയെ നശിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാമാണ് നമ്മുടെ കൺസർവേഷൻ പ്രോഗ്രാം. അത് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ വികസനം, രാജ്യത്തിൻ്റെ വികസനം നടക്കണമല്ലോ. അത്തരം പദ്ധതികളെയും കൂടി അതിൻ്റെ കൂടെ കൂട്ടിയിണക്കി കൊണ്ടുപോകാനും കൂടി ശ്രമിക്കുന്നുണ്ട്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പറയാനുള്ള കാര്യങ്ങൾ.